ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊരു നല്ല വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. സമയപരിമിതിയാണ് എല്ലാത്തിനും തടസ്സമായി നിന്നിട്ടുള്ളത്. എന്തായാലും ടാറ്റു എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോയുമായി വരുന്നത്. എല്ലാവരും കണ്ടു മനസ്സിലാക്കുക, പഠിക്കുക, സ്വയമേ ചെയ്ത് പരിശീലിക്കുക. എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. ഇപ്പോൾ ടാറ്റൂവിൽ വ്യത്യസ്തമായ മെഷീനറികൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടാറ്റൂവിന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഘടകങ്ങളായിട്ടുള്ള പല സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഞാൻ ഈ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പർ. ഇത് ഒരു സ്റ്റെൻസിൽ പേപ്പറാണ്. ഈ പേപ്പറിന് ഒരു പ്രത്യേകതരം കാർബൺ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ അതിലേക്ക് ട്രേസ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ഈ പടം എന്താണോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം അത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. കമൻറ്റിലൂടെ ഞാൻ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാം. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ ആ വീഡിയോ വരയ്ക്കുന്ന സമയത്ത് ഞാൻ തന്നെ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം എനിക്കത് ക്യാമറയിൽ നിന്ന് ഔട്ടായത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എനിവേ, എന്തായാലും വരയ്ക്കാൻ കഴിവുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. വരയ്ക്കാൻ കഴിവ് മാത്രം പോരാ, ഇതൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റും കൂടെ വേണം. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇങ്കാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഡൈനാമിക്കിൻ്റെ ഇങ്കാണ് ഉപയോഗിക്കുന്നത്. ഇത് പല കമ്പനികളുടെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് വിശ്വാസമുള്ളൊരു ഇങ്കാണ്. കാരണം യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല. മാത്രമല്ല നല്ല ബ്ലാക്കും ഡെപ്തും കിട്ടുന്ന ഒരു ഇങ്കാണ് ഇത്. അപ്പം എല്ലാവരും കണ്ടല്ലോ, അതൊരു ചെറിയ പോട്ടിലേക്ക്, ചെറിയ ഒരു ഡപ്പ പോലത്തെ ചെറിയ പ്ലാസ്റ്റിക്. ഇതൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അക്സസറീസിൻ്റെ കൂട്ടത്തിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഒഴിച്ചിട്ട് നമ്മൾ ഒരു ടേബിളിൽ വെച്ചിട്ട് നമ്മൾ ഇതിന് ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്, മെഷീനുണ്ട്. അപ്പോൾ ആ മെഷീനെ കുറിച്ച് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ ആ ടാറ്റു അദ്ദേഹത്തിൻ്റെ ആ സ്റ്റെൻസിൽ അദ്ദേഹത്തിൻ്റെ ആ ഷോൾഡറിലേക്ക്, ആമിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് നമ്മുടെ ഒരു സ്കിന്നിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കറക്റ്റ് ലൊക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ നോക്കി വ്യക്തമായിട്ട് അത് എവിടെയാണോ വരേണ്ടത് അവിടേക്ക് തന്നെ ഇത് കൃത്യമായിട്ട് വെക്കണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പർ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. അത് വൺ ടൈം യൂസാണ്. അതിനുശേഷം അത് ശരിയായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാനിതെല്ലാം കൈകൊണ്ട് വരച്ചാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പ്രിൻ്ററിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് പടങ്ങൾ നമുക്ക് ഈ ട്രാൻസ്ഫർ പേപ്പറിലേക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ അവിടെയും നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ വരച്ച് അതിൻ്റെ കാർബൺ ഇതിൻ്റെ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് നമ്മളൊരു സ്റ്റെൻസിൽ ചെയ്യുന്ന സമയത്ത് പേപ്പറിലേക്ക് നമ്മൾ സ്കെച്ച് ചെയ്തു. ആ സ്കെച്ച് നമ്മൾ ഒരു കാർബൺ ഷീറ്റുണ്ട്. ആ കാർബൺ ഷീറ്റ് അതൊക്കെ ഞാൻ വിശദമായിട്ട് വരും വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോ ടൂൾസിനെയും കുറിച്ച് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ടാറ്റു ചെയ്യുന്നത്. ഇതും പലതരത്തിലുള്ള മെഷീനുകളുണ്ട്. ഈ മെഷീൻ ശരിക്കും കോയിൽഡാണ്. അതായത് 2 റിങ് കോയിലുകൾ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റം വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള മെഷീനറികളുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. സാധാരണ നോർമൽ ചെറിയ മോട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതുണ്ട്, കോയിൽഡ് മെഷീനുണ്ട്. ഇതല്ലാതെ പെൻ ടൈപ്പ് മെഷീനുണ്ട്, പല ടൈപ്പുണ്ട്. നമുക്ക് നമ്മുടെ പ്രൈസിന് നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ വില കൂടിയ മെഷീനറീസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോയിൽഡ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പഠിക്കാൻ മാത്രമല്ല, നമുക്കത് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അതിന് ഉള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇതായിരുന്നു
ഉപയോഗിച്ചിരുന്നത്. പിന്നെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ മെഷീനറികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്കിത് നല്ല വഴക്കമായിട്ടുണ്ട്. ഇത് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും നമുക്ക് തൽക്കാലം. പിന്നെ നമ്മളൊരു സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പുതിയൊരു വില കൂടിയ മെഷീനോ കാര്യങ്ങളോ ഒന്നും പഠിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആവശ്യമില്ല. അപ്പം എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കുന്നവർ, ഞാൻ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ തരാം. നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാനും പറയാനും പരിചയപ്പെടാനും ഒക്കെ നമുക്ക് ഇതൊരു വേദിയാകട്ടെ. അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് വീഡിയോ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ വീഡിയോ എടുത്തതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ ആ ഇങ്ക് പിക്ക് ചെയ്യുന്നത് വീഡിയോയിൽ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾ ആ വേറൊന്നുമില്ല, ഇങ്ക് നമ്മളവിടെ ഒരു ടേബിളിൽ വെച്ചിരിക്കുകയാണ്, ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ടാറ്റു മെഷീൻ നീഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ നീഡിൽ ആ ഇങ്കിലേക്ക് ഡിപ്പ് ചെയ്യുക, എടുത്തുകൊണ്ട് വരിക, വർക്ക് ചെയ്യുക. അപ്പം മഷി ഇതിൽ തീരുന്ന കണക്കനുസരിച്ച് വീണ്ടും അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ അത് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അതിപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കൂടെ കാര്യക്ഷമമായിട്ട് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വീഡിയോ ഒക്കെ എടുത്തിടാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉള്ളവർ ചോദിക്കാൻ മടിക്കരുത്. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്കത് ചെയ്യുന്ന രീതി, 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതി, പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന രീതി, ഓരോന്നായിട്ട് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ സമയപരിമിതി ആണെങ്കിൽ സമയം നോട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു തവണ കണ്ടുകൊണ്ടോ 2 തവണ കണ്ടുകൊണ്ടോ നമ്മളത് മനസ്സിലാക്കണമെന്നില്ല. നമ്മളത് വീണ്ടും കാണുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യുന്ന രീതികൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ ഈ ടാറ്റുവിൻ്റെ ഇടുന്നത്, ഇപ്പോൾ ഇട്ടത് ആദ്യത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടത് ടാറ്റുവിൻ്റെ. ഇനി കുറച്ച് കൂടുതൽ വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം മുന്നോട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് കൂടുതൽ വിശദമായിട്ട് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി ഇടാൻ സാധിക്കും. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ വരുന്നതനുസരിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അഭിപ്രായങ്ങൾ കുറവായതുകൊണ്ട് എനിക്കത് വീണ്ടും ചെയ്യാൻ ഇൻട്രസ്റ്റ് കുറഞ്ഞതുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾ കുറഞ്ഞു പോയത്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തികളിൽ നിന്ന് നമുക്ക് തീർച്ചയായും വേണം. അതനുസരിച്ചാണ് നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ഉണ്ടാകത്തുള്ളൂ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ വീണ്ടും ഇതിലേക്ക് എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായ കൂടുതൽ വിവരങ്ങൾ എനിക്ക് ഇടാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഞാൻ ഇതിൻ്റെ സ്കെച്ച് ഏകദേശം തീരാറായി വരുന്നുണ്ട്. ഇതിപ്പം ഫസ്റ്റ് നമ്മൾ ഒന്ന് റഫായിട്ട് ഒന്ന് ചെയ്തിട്ട് ഇപ്പം ഞാൻ ലൈൻസ് ഇങ്ങനെ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് നമ്മളിനി ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ട് എവിടെയൊക്കെ ലൈൻ മിസ്സായി. ഇപ്പം നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ മഷി വന്ന് പടരുന്നതുകൊണ്ട് നമുക്ക് ഈ ലൈൻ ചിലപ്പം കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് ലൈൻ വന്ന് നിന്നു, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കറക്റ്റ് ജോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. നമ്മളിപ്പം പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഞാനിതിന് വാസിലിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാസിലിനാണ് ഇട്ട് അതിലിങ്ങനെ നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് തുടയ്ക്കുക. അപ്പോൾ ഒരു തവണ നമ്മൾ തുടച്ച് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ വാസിലിന് എടുത്ത് വീണ്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ആ വിരലുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന മഷിയും, അതോടൊപ്പം നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ചെറിയ രീതിയിൽ രക്തമൊക്കെ പൊട്ടിക്കും. അതായത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അത് രക്തത്തിലൂടെ ചെല്ലുന്നുണ്ട് സ്കിന്നിൻ്റെ എല്ലാ പോർഷനിലേക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടച്ച ശേഷം വിട്ടുപോയ ഭാഗങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലിയർ ചെയ്തതിന് ശേഷം
നമുക്ക് വീണ്ടും അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ 2-3 പ്രാവശ്യം കൊണ്ടാണ് നമ്മളത് ക്ലീൻ ആക്കി കൊണ്ടിരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്കെച്ച് എത്രമാത്രം പെർഫെക്ഷനായിട്ടാണോ അത്രമാത്രം നമുക്ക് ക്ലിയറായിട്ട് നമുക്കൊരു ടാറ്റു ചെയ്തെടുക്കാം. അപ്പം ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടാറ്റുവിന് ഉപയോഗിക്കുന്ന സ്കെച്ചാണ്. അപ്പോൾ ആ സ്കെച്ച് നമ്മൾ കഴിവതും കമ്പ്യൂട്ടറിൽ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇതൊന്നുമില്ല, നമുക്കിപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഇല്ലെങ്കിൽ നമ്മളത് പോലെ ഞാനിപ്പോൾ ചെയ്ത കണക്ക് തന്നെ പെൻസിൽ കൊണ്ട് നമ്മൾ നേരിട്ട് കൈ കൊണ്ട് നോക്കി വരച്ചെടുക്കാം. നമുക്കിപ്പം ടാറ്റു ചെയ്യാനായിട്ട് നമുക്ക് ഇമേജ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത്, ഇപ്പോൾ ബുദ്ധൻ്റെ ആണ് വേണമെങ്കിൽ ബുദ്ധൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പേരാണ് വേണ്ടെങ്കിൽ പേരുകൾ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡിസൈൻസാണ് വേണ്ടെങ്കിൽ ആ ഡിസൈൻസ്, ബാൻഡ്, ഇതെല്ലാം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് സാധനം കിട്ടും. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഫോണിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്റ്റെൻസിൽ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു മുൻപ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ചിത്ര ചേച്ചിയുടെ. ആ വീഡിയോയിൽ ഞാൻ ഒരു പടം എങ്ങനെ സ്റ്റെൻസിൽ ചെയ്തെടുക്കാം ഈസിയായിട്ട് മൊബൈൽ ഫോണിൽ നിന്ന് എന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ സ്റ്റെൻസിൽ ചെയ്തെടുക്കാൻ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റെൻസിൽ ചെയ്ത് ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ എൻ്റെ 1-2 വീഡിയോകൾ പുറകിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ഇറങ്ങി കാണുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ ഇറങ്ങി കാണുക. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് പലതും വെറൈറ്റി ആയിട്ടുള്ള വർക്കുകളാണ് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഒക്കെ നമ്മളെടുത്ത് വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോയിൽ പല പാളിച്ചകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും നമ്മോട് സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പം കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് തരിക. അപ്പം ഞാനിപ്പോൾ ചെയ്തൊരു വീഡിയോയിൽ ഒരു പ്രശ്നമുണ്ട്, അത് ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അതിൻ്റെ പ്രശ്നം എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആക്കി തരാൻ ശ്രമിക്കുകയും ചെയ്യാം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം എൻ്റെ മറ്റ് വീഡിയോകൾ കൂടെ നിങ്ങൾ കാണുക. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ എന്നെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. എനിക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈൻ സ്കെച്ച് മാത്രമായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിനൊരു പേര് കൂടെ കയ്യിൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് രണ്ടും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പേരുകൾ എങ്ങനെ ചെയ്യാം എന്നതും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ കയ്യിലൊരു എണ്ണമയം കാണുന്നില്ലേ, അത് ഒരു ജെല്ലാണ്, ട്രാൻസ്ഫർ ജെല്ലാണ്. ആ ജെല്ല് നമ്മൾ പുരട്ടിയ ശേഷമാണ് നമ്മൾ ഈ പേപ്പർ അതിലേക്ക് സ്റ്റെൻസിൽ അതിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ എവിടെയാണോ ആവശ്യമുള്ളത് അവിടേക്ക് തന്നെ അത് കൃത്യമായിട്ട് വെക്കുക. വെച്ച ശേഷം അത് ചെറുതായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രിൻ്റ് പോലെ വന്ന് വീഴും. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ അതിലങ്ങ് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഒരു സ്കെച്ച് നമ്മൾ എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, അത് ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്തെടുക്കുക ബോഡിയിലേക്ക്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഇതിൽ ഞാൻ ആ പേര് ട്രാൻസ്ഫർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വർക്ക് ചെയ്യാം. അപ്പോൾ അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അധിക സമയമൊന്നുമില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ പേരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇമേജ് ചെയ്യുന്ന പോലെ അത്ര സമയമൊന്നും എടുക്കില്ല. എനിക്ക് ഒരു ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിലൊരു ഹസ്കി ആയിട്ടുള്ളൊരു ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പം പേര് ഇനി അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളാണ്ട കയ്യിൽ അവിടെ ഇരിക്കുന്ന ഒരു ബോക്സ് പോലെ കണ്ടു കാണുമല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മുടെ
പവർ യൂണിറ്റ്, ഒരു മെഷീൻ യൂസ് ചെയ്യാനായിട്ടുള്ള പവർ, നമ്മളിപ്പോൾ ഈ കറണ്ടിലേക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം മെഷീനിലേക്ക് എടുക്കുന്ന പവർ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പം നമുക്ക് ഒരു 220 വോൾട്ടിൻ്റെ ആവശ്യം നമുക്ക് ഈ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇല്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ട് മുതൽ 15 വോൾട്ട് വരെ നമുക്ക് ഉപയോഗിക്കാം. സ്പീഡ് കൂട്ടാനനുസരിച്ച് നമുക്കൊരു 15 വോൾട്ട് വരെയൊക്കെ ഉപയോഗിക്കാം. 12 വോൾട്ട് അല്ലെങ്കിൽ 10 വോൾട്ടിലൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യാം, പക്ഷേ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഒരു 15 വോൾട്ട് വരെയൊക്കെ നമുക്ക് മാക്സിമം സെറ്റ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഉപകരണങ്ങൾ ഒക്കെ ഞാൻ ഉൾപ്പെടുത്താം. ഇപ്പം ഇത് എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ വലിയ ലെങ്തി ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങളുടെ സമയം, എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണല്ലോ. അപ്പോൾ സമയം പാഴായിപ്പോവും. അത്രയും സമയം നമുക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് പലരും ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പക്ഷേ ഇത് സ്കിപ്പ് ചെയ്തതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ മുഴുവൻ കാണണം. കാരണം അത് 1 by 1 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി പിന്നെ എങ്ങനെയാണ് അവസാനിക്കുന്നത് നമുക്കൊരു ഊഹിച്ചെടുക്കാൻ പറ്റും. എന്നിരുന്നാലും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ 1 by 1 ആയിട്ട് ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു ഐറ്റം ഉണ്ട്, പ്രാക്ടീസ് സ്കിൻ എന്ന് പറഞ്ഞ സാധനം. അതായത് നമുക്കിപ്പം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ വരുന്ന ഒരാൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി ആരുടെയും ബോഡിയിൽ പോയി നേരിട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. കാരണം ഇതൊരു ബാലൻസാണ്. നമ്മളിത് ചെയ്യുമ്പം സ്കിന്നിലേക്ക് ഇത് ആഴ്ന്ന് ഒത്തിരി പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാൻ പാടില്ല. അതൊരു ബാലൻസാണ്, സൂചി ബാലൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ബാലൻസ് ആകുന്നിടം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റബ്ബറിൻ്റെ ഷീറ്റുണ്ട്. അതായത് സ്കിന്നിൻ്റെ സെയിം ടൈപ്പിലുള്ള ഷീറ്റുകൾ മേടിക്കാൻ കിട്ടും, അവൈലബിളാണ് മാർക്കറ്റിൽ. അപ്പോൾ അത് പ്രാക്ടീസ് സ്കിൻ എന്നാണ് അതിന് പേര് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോൾ അത് വാങ്ങുക, അത് വാങ്ങിയ ശേഷം മെഷീനും അതെല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ, അതല്ല ഇപ്പം വിദേശത്താണെങ്കിൽ തേമു, അതുപോലെ തന്നെ അലിബാബ, അതുപോലെ തന്നെ വിഷ് മുതലായ ഓൺലൈൻ മാർക്കറ്റുകളിലൂടെ നമുക്കിത് വാങ്ങാൻ കിട്ടും. എന്ത് സാധനവും നമുക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന നീഡിലുകൾ തന്നെ പല ടൈപ്പുകളാണ്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഡിസ്പോസിബിളാണ്. നമ്മൾ ഒരാൾക്ക് ഒരു സൂചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സൂചി നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം പലവിധ രോഗങ്ങൾ പല വ്യക്തികൾക്കുണ്ടാവാം, നമുക്ക് അതൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ അത് അവരുടെ രക്തം ഇതിലേക്ക് പറ്റിയത് നമുക്ക് വേറൊരാൾക്ക് ഉപയോഗിക്കുമ്പം ഈ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂചി ഒക്കെ നമ്മൾ ഡിസ്പോസിബിളാണ്. സൂചി മാത്രമല്ല, അതിൻ്റെ പല അക്സസറീസും നമ്മൾ ഡിസ്പോസിബിളാണ്. ഒരാൾക്ക് ഉപയോഗിച്ച ശേഷം നമ്മൾ മറ്റൊരാൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പം ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കളറെടുത്ത ഡപ്പ പോലും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഈ ടാറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മദ്യപിച്ച വ്യക്തിയുടെ ശരീരത്ത് നമ്മൾ ടാറ്റു ചെയ്യാൻ പാടില്ല. കാരണം മദ്യപിച്ച ശേഷം ഇത് ചെയ്യുമ്പം അവരുടെ സ്കിന്ന് ഒത്തിരി ഡ്രൈ ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കളറ് അവരുടെ സ്കിന്നിലേക്ക് എടുക്കത്തില്ല കളറ്. അപ്പോൾ അങ്ങനെ എടുക്കാതെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ക്രാക്സ് വരും അതിനകത്ത്. പിന്നെ പല സ്ഥലത്തും വിട്ടുപോകും. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് സ്കെച്ചായിരിക്കും, പെർഫെക്റ്റായിട്ട് എല്ലാം കാണാൻ. പക്ഷേ അത് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് അത് സ്കിന്ന് പൊളിയാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു ടാറ്റു ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ടാറ്റു നമ്മളൊരു മുറിവൊക്കെ പറ്റി ഉണങ്ങുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ടാറ്റുവിൻ്റെ മൊത്തം സ്കിന്നും പൊളിഞ്ഞു പോകും. അവിടെ ആ ടാറ്റുവിൻ്റെ പുറത്തുള്ള അതെല്ലാം ഇങ്ങനെ പൊറ്റൻ പോലെ നടന്ന് മൊത്തം പോകും. അപ്പോൾ അത് നമ്മളൊരിക്കലും നഖം കൊണ്ട് എടുത്ത് മാറ്റാൻ പാടില്ല. കാരണം അത് നമ്മുടെ നഖത്തിൽ നിന്നുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ടാറ്റുവിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടാറ്റു അടിച്ച്
അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് കഴിവതും വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കണം. അതും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. കാരണം ടാറ്റുവിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ കളറ് മുതലായ ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ആ പെർഫെക്ഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ലാസ്റ്റിംഗ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുതന്നെയല്ല, എപ്പോഴും ടാറ്റു ശരിക്കും വെയിൽ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ ടാറ്റു ചെയ്തതിന് ശേഷം 2 ദിവസം അത് നനയ്ക്കാതിരിക്കാൻ ശ്രമിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മളെന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ചുറ്റിയിട്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും സോപ്പോ കാര്യങ്ങളോ ഒന്നും തേക്കാൻ പാടില്ല. നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് ഒന്ന് ക്ലിയറായി നമുക്ക് തൊലിയെല്ലാം പൊളിഞ്ഞ് എല്ലാം ഒന്ന് വൃത്തിയായി വരുന്നിടം വരെ നമുക്കൊരു ശ്രദ്ധ നമുക്കെപ്പോഴും അതിനകത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. തീർച്ചയായിട്ടും മദ്യപാനം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. മദ്യപിക്കുന്നവർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. മദ്യപിക്കുന്നവർക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ മദ്യപിച്ച് ഒരു 4 ദിവസം ശേഷം ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം അതായിരിക്കും നല്ലത്. നമ്മളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും കേട്ടോ. അത് പ്രത്യേകം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാൻ നമുക്ക് കൂടുതൽ പ്രചോദനകരമായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.